ഇറച്ചിയാണ് ലഭ്യമായിരിക്കുന്നത്. മുൻ ആരോഗ്യമന്ത്രി ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാനായിട്ട് നമ്മോടൊപ്പമുണ്ട്. വി ശിവകുമാർ ഉണ്ട്. വി എസ് ശിവകുമാർ മന്ത്രി, മുൻ മിനിസ്റ്ററാണ് ശ്രീ വി എസ് ശിവകുമാർ. അങ്ങ് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങ് ഒരിക്കൽ ആരോഗ്യമന്ത്രിയായിട്ടിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. ഇത്തരത്തിലുള്ള ഈ കാഴ്ചകളൊക്കെ ഇതിനെ എങ്ങനെയാണ് നമ്മളൊന്ന് വിലയിരുത്താൻ കഴിയുക? ഇത് പരിശോധനകൾ ഫലപ്രദമായി നടത്താത്ത ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഇതുപോലെയുള്ള കേടായ മത്സ്യങ്ങളും മാംസങ്ങളൊക്കെ കോഴിയിറച്ചിയൊക്കെ കൊണ്ടുവരുന്നത്. ഇത് നാട്ടില് പരിശോധനയില്ല, കാര്യങ്ങളില്ല എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇപ്പൊ എവിടെയെങ്കിലും ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിലെ ഒരു മരണപ്പെട്ടു. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ 1-2 ദിവസം പരിശോധന നടത്തും. അപ്പൊ അത് കഴിഞ്ഞിട്ട് പരിശോധന എന്ന് പറയുന്ന കാര്യമേ ഇല്ല. ആരെങ്കിലും ഇത് പിടിച്ചെടുത്താൽ പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളും കാര്യങ്ങളും ഒക്കെ വരും. അപ്പൊ അതാണ് ഈ സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഞാൻ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലെ ഈ ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ 1-ാം സ്ഥാനമായിരുന്നു. ഇന്ന് 10, 11, 12 ഒക്കെ ആയി. അതിന് ശ്രദ്ധിക്കാൻ ആളില്ല, ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും കേരളത്തിലെ കടകളും അതുപോലെ തന്നെ റെസ്റ്റോറന്റുകളും വലിയ ഹോട്ടലുകളും ഒക്കെ ആയിരക്കണക്കിനുണ്ട്. പക്ഷേ ഇതിനെ പരിശോധന നടത്താനും ഇതിനെ നിയന്ത്രിക്കാനും പറ്റുന്ന ഡിപ്പാർട്ട്മെന്റിൽ 140 ഉദ്യോഗസ്ഥന്മാരെ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ജില്ലയിൽ ഒരു 15 ഉദ്യോഗസ്ഥന്മാർ, അവര് ഇത്രയും കടകളും കാര്യങ്ങളും അല്ലെങ്കിൽ ഇവരുള്ള ചെക്ക് പോസ്റ്റ് വഴി വരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ ശ്രദ്ധിക്കാൻ കഴിയും? അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഗവൺമെന്റ് ഈ കാര്യത്തിൽ ആവശ്യമുള്ള ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണം. ആവശ്യമായ ലാബുകൾ ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ 2011 ഭക്ഷ്യസുരക്ഷാ നിയമം വളരെ എഫക്റ്റീവായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നടപടികളെടുത്ത് കുറ്റക്കാരെ കർശനമായി ശിക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഉണ്ടായാൽ മാത്രമേ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ കേരളത്തിൽ ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ്. ഹോട്ടലിൽ കയറി ബിരിയാണി കഴിക്കാൻ പറ്റില്ല, ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കാൻ പറ്റില്ല. അപ്പൊ ആഹാരം കഴിച്ചാൽ അവർക്ക് അസുഖം വന്ന ആശുപത്രികളിലാണ്. അപ്പോ കേടായ പാചകം ചെയ്തതും പാചകം ചെയ്യാത്തതുമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഉണ്ട്. അതിനെക്കുറിച്ച് കണ്ടെത്താൻ കഴിയുന്നില്ല. സൗകര്യം പോലെ ചെയ്യുന്നു. ഇതിനകത്തൊക്കെ ഇപ്പോ യഥാർത്ഥത്തില് ഈ ഭക്ഷ്യസുരക്ഷാ നിയമവുമായി ബന്ധപ്പെട്ട് ചെറിയ കടകൾക്ക് അതുപോലെ തന്നെ അതിനൊക്കെ ഈ രജിസ്ട്രേഷനുണ്ട്, അതുപോലെ തന്നെ ലൈസൻസിങ് ഉണ്ട്. അതൊന്നും ഫലപ്രദമായി നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെന്റിന് ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രവർത്തനം അതിനേക്കാൾ പ്രധാനപ്പെട്ടാണെന്ന് കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്താൽ മാത്രമേ ഇതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ. എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ പരിശോധന നടത്തിയിട്ട് പിന്നെ തിരിഞ്ഞു നോക്കാത്തൊരു സാഹചര്യം. ഇതൊക്കെ റെഗുലറായിട്ട് ഈ കാര്യങ്ങളിൽ പരിശോധന ഉണ്ടാകുമെന്നുള്ള ധാരണ ഈ കച്ചവട സ്ഥാപനങ്ങൾക്ക് ഉണ്ടാകണം. ഇതുപോലെയൊക്കെ ചീഞ്ഞുനാറിയ കോഴിയിറച്ചി കൊണ്ടുവന്ന് ആളുകൾക്ക് പാചകം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അപ്പൊ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള പരിശോധനകളും നടപടികളും ശിക്ഷാവിധികളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് വന്നാൽ മാത്രമേ ഇതിനൊക്കെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയൂ. അല്ലെങ്കിൽ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇന്ന് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിനകത്ത് പ്രധാനമായും പറഞ്ഞൊരു കാര്യം, കേരളത്തിൽ മയോണൈസ്, പച്ചമുട്ട ചേർത്തുള്ള മയോണൈസ് നിരോധിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മയോണൈസ് നിരോധനത്തിലൂടെ നമുക്ക് ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുമോ? അത് ഒരു അത് ഒരു കാര്യം മാത്രമല്ലേ, ഇങ്ങനെയല്ലല്ലോ. മയോണൈസ് നിരോധിച്ചു എന്ന് പറയുന്നതിന് അത് കഴിക്കാൻ പോകുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന കാര്യം അതല്ലല്ലോ. ഇത് പൊതുവായി ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ എല്ലാ രംഗത്തും വളരെയധികം പരാജയമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടുന്ന നടപടികൾ വളരെ ഗൗരവത്തോടു കൂടി ഗവൺമെന്റ് എടുത്താൽ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ അത് ഇന്നത് നിരോധിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ഇതിന്റെ സുരക്ഷിതമായ ഭക്ഷണം മനുഷ്യന്റെ ഒരു അവകാശമാണ്. അത് കിട്ടുന്നില്ല എന്നുള്ളത് വരുമ്പോ ആണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ അതിന് വളരെ പ്രാധാന്യത്തോടു കൂടി ഗവൺമെന്റ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ, ഈ മേഖലയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ആവശ്യമായിട്ടുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ കേരളം
വലിയ ദുരന്തങ്ങൾക്കിട വരുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുവേണ്ടിയുള്ള നടപടികൾ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ടുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നില്ല. ഒപ്പം തന്നെ ഈ കുറ്റക്കാർക്കെതിരെയുള്ള നടപടികൾ വീഴ്ചകൾ ഉണ്ടാകുന്നു, ഇടപെടലുകൾ ഉണ്ടാകുന്നു. ഈ കുറ്റക്കാർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടല്ലേ? കാരണം ഒരു ഹോട്ടലിനെതിരെ ഒരു ആരോപണം ഉണ്ടായി, എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഹോട്ടൽ ഒരാഴ്ച അടച്ചിട്ടതിന് ശേഷം വേഗം തന്നെ തുറക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നിയമത്തിന്റെ ആ ഒരു പഴുത് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള നടപടികളാണ് വേണ്ടി വരിക? ഇത് ഇപ്പോഴത്തെ 2011 ഭക്ഷ്യസുരക്ഷാ ആക്ട്, അത് പാർലമെന്റ് പാസ്സാക്കിയ ആക്ടാണ്. സംസ്ഥാനത്തിന് ആ കാര്യത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ശിക്ഷാവിധികൾ ഈ ആക്ട് വന്നതിന് ശേഷം കർശനമായിട്ടുള്ള ശിക്ഷകളുണ്ട്. അത് ഫലപ്രദമായി നടപ്പിലാക്കണം. ഇതിപ്പോ യഥാർത്ഥത്തിൽ കുറെ ഫൈൻ എന്തെങ്കിലും പറഞ്ഞാൽ ഫൈൻ അടിക്കാൻ കാശുള്ള റെസ്റ്റോറന്റ് ഹോട്ടലുകാർക്ക് കഴിയും. അവരാ ഫൈൻ അടച്ചിട്ട് 3-ന്റെ അന്ന് വീണ്ടും തുറക്കും. ഇത് തന്നെ പരിപാടി ആവർത്തിക്കുക. അപ്പോ ആ നിയമത്തിനനുസൃതമായിട്ടുള്ള കർശനമായ ശിക്ഷകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുക. നടപ്പിലാക്കാൻ പോകുമ്പോൾ രാഷ്ട്രീയമായിട്ട് ഇടപെടൽ പലപ്പോഴും ഉണ്ടാകുന്നു. ഓരോ മേഖലകൾ ഉണ്ടാകും, നമ്മൾ കാണുന്നില്ലേ? ഇപ്പോ മാഫിയ അത് വരുമ്പോ അതിനെയൊക്കെ പിടിക്കുമ്പോൾ ആ ഇടപെടലുകൾ കാണുന്നത് പത്രമാധ്യമങ്ങളിൽ വരുന്നില്ലേ? അപ്പോൾ അതുപോലെയുള്ള സാഹചര്യം ഉണ്ടാകാതെ ഇത് മനുഷ്യന് ആഹാരം കഴിച്ചാൽ മരിക്കും എന്നുള്ളൊരു സാഹചര്യം വന്ന എന്തായിരിക്കും നമ്മുടെ സമൂഹത്തിന്റെ സ്ഥിതി? അപ്പോൾ അതുകൊണ്ട് കർശനമായ ശിക്ഷ നടപ്പിലാക്കാൻ ആ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ നിയമം അനുസരിച്ചിട്ടുള്ള ക്രിമിനൽ ഒഫൻസ് ആണ്. അതനുസരിച്ചിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണം. അതിന് ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥർക്ക് അതിനു വേണ്ടുന്ന സ്വാതന്ത്ര്യം കൊടുക്കണം. രാഷ്ട്രീയമായ ഇടപെടലുകൾ ഈ രംഗത്ത് ഉണ്ടാകരുത്. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയുള്ളൂ. തീർച്ചയായും വളരെ നന്ദി ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചതിന്. അശ്വതിയുണ്ട് ഇപ്പോൾ നമ്മോടൊപ്പം തുടരുന്നുണ്ട്. അശ്വതി, നമ്മൾ പറഞ്ഞിരുന്ന കാര്യം അവിടെ ചെന്ന് കണ്ടപ്പോൾ ഉണ്ടായ ആ ദൃശ്യങ്ങൾ, അതിനെക്കുറിച്ചായിരുന്നു. ആ വിഷയത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം.